മറ്റൊരു വാർത്തയിലേക്ക് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് തിരിച്ചടി. അസം പോലീസ് എടുത്ത കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരായ ആരോപണത്തിലാണ് അസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിങ്ങനെ ചർച്ചയിൽ നിൽക്കുന്നു പവൻ ഖേരയുടെ ആരോപണങ്ങൾ. പക്ഷേ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് BJPയുടെ വാദം. ഇപ്പോൾ എന്താണ് കോടതി നടപടി? പവൻ ഖേര സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് തന്റെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. കാരണം നേരത്തെ തെലങ്കാന ഹൈക്കോടതി ഈ കേസിൽ, അതായത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിങ്കി ഭുയാൻ ശർമ്മയ്ക്കെതിരെ ഈ പവൻ ഖേര നടത്തിയ ആരോപണങ്ങളിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ഈ ഒരു ട്രാൻസിറ്റ് ബെയിൽ അഥവാ ഒരു കേസിൽ ഒരു ഇടക്കാല ഒരു മുൻകൂർ ജാമ്യം നേരത്തെ തെലങ്കാന ഹൈക്കോടതി ഈ പവൻ ഖേരയ്ക്ക് നൽകിയിരുന്നു. ഈ ജാമ്യമാണ് അസം പോലീസിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി നേരത്തെ നീക്കിയിരുന്നത്. ഈ കേസിൽ ഇടപെടണമെന്ന്, അതായത് തന്റെ ഈ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പവൻ ഖേര ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ജസ്റ്റിസുമാരായ JK മഹേശ്വരിയും അതുൽ എസ് ചന്ദ്രക്കറും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരുന്നത്. പക്ഷേ പവൻ ഖേരയുടെ അറസ്റ്റ് തടയുവാൻ ഇപ്പോൾ കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോട് വേണമെങ്കിൽ അസമിലെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുവാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് അടിയന്തരമായി കേൾക്കണമെന്ന് അസം കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ പവൻ ഖേരയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകില്ല, നിലവിൽ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.